ഹായ്. ഇന്നത്തെ നമ്മുടെ അതിഥി കണ്ടോ? എൻ്റെ പൂപ്പി പ്രസവിച്ച ഒരു 6 കുഞ്ഞുങ്ങളിൽ ഒന്നാണിത്. ഇന്നത്തെ വീഡിയോ ഇവരെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നിപ്പോൾ ജനിച്ചിട്ട് 33 ദിവസമായി ഇവർ ജനിച്ചിട്ട്. അപ്പം ഇവർക്ക് ഇതുവരെ അമ്മയുടെ പാല് അല്ലാതെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് ഫസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ പപ്പി ഫുഡ് ഫസ്റ്റ് സ്റ്റേജിനുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്, മിനി സ്റ്റാർട്ടർ. അപ്പോൾ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇവരെങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ. ഓ പിന്നെ അത് നിങ്ങളാരെങ്കിലും ഷിറ്റ്സൂവിൽ നീല കണ്ണുള്ള ഷിറ്റ്സൂവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് ചെറിയൊരു ധാരണയെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര റെയറാണ്. ഇവളെ കണ്ടോ? ഈ പെണ്ണാണ് കേട്ടോ. ഇവളെ കണ്ടോ? ഇവക്ക് ആ നീല കണ്ണുണ്ട്. നീല കണ്ണുള്ള ഷിറ്റ്സു ഭയങ്കര റെയറാണ്. കേരളത്തിൽ ആർക്കെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എനിക്ക് ആരും വീഡിയോ ഇടാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ റെയറാണ്. നീല കണ്ണുള്ള ഷിറ്റ്സു റെയറാണ്. അപ്പം നീല കണ്ണുള്ള ഒരു ഷിറ്റ്സുവിന് എനിക്ക് കിട്ടി. ഇത് ഞാൻ ഇപ്പം ഇത് നിങ്ങൾക്ക് നല്ലതുപോലെ കാണാൻ പറ്റില്ല, നല്ലതുപോലെ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഇതാണ് അവൾ നീലക്കണ്ണ്. ഞാൻ വേറെ വീഡിയോ ഞാൻ പിടിച്ചിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാം. ഞാൻ എൻ്റെ മക്കൾക്ക് ആദ്യമായിട്ട് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. ഇത് റോയൽ കെന്നൻ്റെ പപ്പി സ്റ്റാർട്ടറാണ്. 1 to 2 months ഒക്കെ ഉള്ള പപ്പീസിന് കൊടുക്കുന്നതാണ്. ഇന്ന് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. അവർക്കിന്ന് 33 ദിവസം ആയി. അപ്പം നമുക്ക് അത് നോക്കാം. നല്ല തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്യണം. ആദ്യം കുറച്ച് കൊടുക്കാം. എന്ത് ഫുഡ് കൊടുത്താലും ഫസ്റ്റ് നമ്മളത് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കൊടുത്ത് അത് പരിചയപ്പെടുത്തണം. ഒരു ബോഡിയിൽ പുതിയതായിട്ടൊരു ഫുഡ് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ ഹെവി ആയിട്ട് കൊടുക്കരുത്. കുറച്ച് കൊടുത്ത് അവരുടെ ബോഡിയിൽ അത് ഇതാക്കണം. നമുക്ക് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളത്തിൽ വേണം ഇത് സോക്ക് ചെയ്യാനായിട്ട്. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും. സോക്കായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. നേരത്തെ ഞാൻ ചൂടാക്കി വെച്ചിരുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ചൂടായത്. ഇത് നല്ല സോക്കായി വരുമ്പോഴത്തേക്കും നല്ല ബഡ്ജ് ചെയ്ത് വരും. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ച് ഇവർക്ക് കൊടുക്കുന്ന പാൽപ്പൊടിയുണ്ട്. ഇത് ഏകദേശം തീരാറായി. പൂപ്പിക്ക് പാല് കുറവായിരുന്നു, അങ്ങനെ വാങ്ങിച്ചത്. ഇതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പാല് തിളച്ചു. ഈ പാൽപ്പൊടിയാണ് കൊടുത്തത്. ഇത് പൂച്ചക്കുട്ടികൾക്കും പട്ടിക്കുട്ടികൾക്കും എല്ലാം കൊടുക്കാം. അവരുടെ അമ്മയ്ക്ക് പാല് കുറവാണെങ്കിൽ നമുക്കത് കൊടുത്ത് അവരെ നമുക്ക് വളർത്തിയെടുക്കാം. ഇതിനകത്ത് തന്നെ ഒരു പാൽക്കുപ്പിയും കൂടെ വരും. അതിൽ നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇത് സോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ പാൽപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് സോക്ക് ചെയ്യാം. അപ്പം 2 പാൽപ്പൊടിയുടെ കൂടെ ആകുമ്പോഴത്തേക്കും ബോഡി വലുതായിട്ട് റിയാക്ട് ചെയ്യില്ല. ഇത് സോക്ക് ചെയ്യാൻ വെച്ചത് അത്യാവശ്യം നല്ല സോക്കായിട്ടുണ്ട്. നമുക്കിത് ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അടിക്കണം. അടിച്ച് പാൽപ്പൊടിയും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് ഒരു പാൽക്കുപ്പിയിൽ ഒഴിച്ച് നമുക്ക് അതിനെ ഫീഡ് ചെയ്യിക്കേണ്ട മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല വെള്ളം പോലെ ആക്കി എടുക്കണം. നമ്മൾ പാലിൻ്റെ ആ ഒരു പരുവത്തിലാക്കി എടുക്കണം. എന്നാലേ അവർക്കത് പാൽക്കുപ്പിയിലൂടെ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് നക്കി കഴിക്കാനുള്ള ഇതായിട്ടില്ല. 33 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം റോയൽ കെന്നൻ്റെ ഫുഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ
നല്ല പപ്പീസിനൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും അവരുടെ ഹെയർ ക്വാളിറ്റിയൊക്കെ നല്ല ഇതായിട്ട് കിട്ടും റോയൽ കാനൻ്റെത്. പൂപ്പി വാങ്ങിക്കുന്ന സമയത്ത് പൂപ്പിക്ക് അവിടെ നിന്ന് അവർ കൊടുത്തിരുന്നത് N&Dയുടെ സ്റ്റാർട്ടറായിരുന്നു. അത് ഞങ്ങൾ പിന്നെ ഇവിടെ വന്നിട്ട് അത് കുറച്ച് നാളെ അത് കഴിച്ചോളൂ. പിന്നെ അവൾക്ക് നമ്മൾ ഫുഡ് കൊടുത്തു തുടങ്ങി. അവളെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധയായിരുന്നു. ശ്രദ്ധ കാരണം ഇവർക്ക് ഈ N&Dൻ്റെ ആണ് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അവൾക്ക് ആദ്യം N&Dയുടെ ഫുഡാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അത് ഞങ്ങൾ റോയൽ കാനൻ്റെത് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് വാങ്ങിച്ചു. കുറച്ച് ഒരു ദിവസം 2 ദിവസമോ കഴിക്കാനായിട്ട് കൊടുത്തപ്പോൾ പുതിയൊരു ഫുഡായതുകൊണ്ട് അവളെ വയറിനത് പിടിച്ചില്ല. ഭയങ്കര ലൂസ് മോഷനൊക്കെ ആയിരുന്നു. ഒരു ദിവസം രാത്രി ഫുള്ള് ലൂസ് മോഷനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പേടിച്ചു പോയി. എന്തു പറയാൻ, രാത്രി ഉറക്കമില്ലാതെ പാവം ഇങ്ങനെ ലൂസ് മോഷനായിട്ട് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഹസ്ബൻഡിനോട് പറഞ്ഞ് കരിക്ക് വാങ്ങിച്ച് ഇവർക്ക് വെള്ളമൊന്നും കുടിക്കില്ല, ഫുഡും കഴിക്കില്ല, വെള്ളവും കുടിക്കില്ല. അപ്പോൾ വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചത്തുപോകും. അങ്ങനെ പിന്നെ കരിക്ക് വാങ്ങിച്ച് ഞാൻ ഫില്ലറിൽ കുറേശ്ശെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഡ്രോപ്പായിട്ട് കൊടുത്ത് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ആൾ നല്ല ഉഷാറായി. അത് പേടിപ്പിച്ച് കളഞ്ഞു. അത്രയും ബുദ്ധിമുട്ടിൽ കിടന്നിട്ടും പാവം എന്നെ ചേട്ടനെ മോളെ കാണുമ്പോഴത്തേക്കും അത് വാലാട്ടി ആ ഒരു സ്നേഹം നമ്മുടെ അടുത്ത് കാണിക്കുന്നതേ, അത് കണ്ടപ്പോൾ സങ്കടം വന്നു കേട്ടോ. കെട്ടിപ്പിടിച്ച് ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു എൻ്റെ അമ്മ. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റൂലായിരുന്നു. എനിക്ക് ഭയങ്കര സ്നേഹം അവള്. പിന്നെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഒന്നും വരുത്തല്ലതിനെ പ്രാർത്ഥിച്ച് ഹാരമൊക്കെ വാങ്ങിച്ചോണ്ട് അവളെ ഒഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ അതിനുശേഷം അവളെ ഫുഡിൻ്റെ കാര്യം ഭയങ്കര ശ്രദ്ധയാണ്. അവളുടെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അത് സംസാരിച്ചോണ്ടിരിക്കും. മക്കളെ ഫുഡ് കൊടുക്കുന്ന മണം അടിച്ചപ്പോൾ വന്ന് നോക്കി നിൽക്കുകയാണ്. അടുത്തവളെ കാണിച്ചു തരാം. എൻ്റെ കൂടെ അവർ ഇപ്പം എൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഓടി വരും എൻ്റെ കൂടെ. ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരു പപ്പീനെ വാങ്ങിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാനതൊരു വീഡിയോ ആയിട്ട് ഇടാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇതിനെങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് തരാം. എങ്ങനെയൊക്കെ ഞാൻ എൻ്റെ പൂപ്പീനെ എങ്ങനെയാണ് വളർത്തി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പെറ്റാക്കി മാറ്റിയതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ വീട്ടിനകത്തിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പോട്ടി ട്രെയിനിങ് നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവരെവിടെ വേണോ കൊണ്ടുപോകാം, നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. എവിടെ പുതിയ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പോയി എവിടെയെങ്കിലും മൂത്രമൊഴിച്ച് വയ്ക്കുമോ അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യുമോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പോട്ടി ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എനിക്ക് ഇതിലും താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇനി നമുക്ക് ഈ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഈ സാധനം നമുക്ക് ഒന്ന് അരച്ച് അവളെ പാൽക്കുപ്പി നല്ല കഴുകി ചൂട് വെള്ളത്തിൽ നമ്മളെ മക്കൾക്ക് എങ്ങനെയാണ് പാൽക്കുപ്പിയിൽ ഫീഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവർക്കും. വെള്ളം തിളപ്പിച്ച് അതിൽ പാൽക്കുപ്പിയിൽ ഒഴിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇത് നമുക്ക് നല്ല ലൂസാക്കി എടുത്തിട്ട് നമുക്ക് ഇവർക്ക് ഫീഡ് ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കുഴമ്പ് രൂപത്തിൽ ഇത്തിരി നല്ല ലൂസാക്കി അരച്ചെടുത്തിട്ടുണ്ട്. കാരണം ആ നിപ്പിൾ വഴി അവർക്ക് കുടിക്കാൻ അതുവഴി വരണം, ആ രീതിയിലാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഇതാണ് അവരുടെ പാൽക്കുപ്പി എന്ന് പറയുന്നത്. നിപ്പിൾ ഇങ്ങനെ കൂർത്തിട്ടായിരിക്കുന്നത്. കാരണം അവരുടെ വാ ചെറുതല്ലേ, അപ്പോൾ അവർക്ക് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ അവരുടെ വായുടെ സൈഡിൽ വെച്ചിട്ട് സെൻറ്ററിൽ വെച്ച് ഒരിക്കലും കൊടുക്കരുത്. ബോട്ടിൽ ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും സെൻറ്ററിൽ വെച്ച് കൊടുക്കരുത്.
സൈഡിൽ, വായുടെ സൈഡിൽ വെച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അവരിങ്ങനെ ചവച്ച് 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 വരുമ്പം ഇതിൽ നിന്ന് സാധനം പുറത്ത് വരും. അങ്ങനെ അവർ കഴിച്ചോളും. ഇതാണ് എൻ്റെ പാൽക്കുപ്പി. കളിക്കുക, 4 വാക്കിന് കിടന്ന് കളിക്കുകയാണ്. ഇപ്പം ബോട്ടിൽ, അവരെ ഫീഡിങ് ബോട്ടിലിൽ നേരത്തെ അരച്ച് വെച്ചിരുന്ന അത് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഒരാളെ എടുക്കാം. ഇത് കണ്ടോ? സുന്ദരനല്ലേ? ഇത് മെയിലാണ് കേട്ടോ. ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണ്ടേ? ഇത് ഇവരുടെ വായുടെ സെൻറ്ററിൽ വെച്ച് കൊടുക്കരുത്, ഇവർക്കത് കഴിക്കാൻ പറ്റില്ല. സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അവരിങ്ങനെ ചവച്ച് ചവച്ച് വരുമ്പോഴത്തേക്കും അവരെ വാക്കകത്ത് കിട്ടും. വെപ്രാളം പുതിയ ഫുഡ് കിട്ടിയതിൻ്റെ സന്തോഷം. എല്ലാ മക്കളും മിടുക്കനും മിടുക്കികളുമാണ്. ഭയങ്കര സ്മാർട്ടാണ്. എൻ്റെ സൗണ്ട് കേട്ടാൽ മതി സെറ്റിയിൽ അടിയിൽ നിന്നൊക്കെ ഓടി വരും. അതിനി എൻ്റെ സൗണ്ടാണോ ഇനി എല്ലാവരുടെ സൗണ്ടും കേട്ട് വരുമെന്ന് എനിക്കറിയില്ല. അത് ഒരു ദിവസം പരീക്ഷിച്ച് നോക്കണം. കാരണം ഈ ഫുൾ ടൈം ഇവരുടെ കൂടെ ഞാനല്ലേ, അതുകൊണ്ടിട്ടാവാം, അറിയില്ല. ഇപ്പം എടുത്ത് മക്കളേന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും വാലൊക്കെ ആയിട്ട് റെസ്പോണ്ട് ചെയ്യണുണ്ട്. നമ്മുടെ സംസാരത്തിൽ റെസ്പോണ്ട് ചെയ്യണുണ്ട്. ഇഷ്ടപ്പെട്ടാ ഫുഡ്? ഇഷ്ടപ്പെട്ടാ പാപ്പ? ഇഷ്ടപ്പെട്ടാ അപ്പച്ചോ? ഇഷ്ടപ്പെട്ടു, നല്ലപോലെ കഴിക്കുന്നുണ്ട് കേട്ടാ. ചട്ടമ്പിയാണ്, ചട്ടമ്പി. കിട്ടുന്നില്ലേ? പിന്നെ കിട്ടുന്നില്ലേ? ഇത് അത് കുറച്ചേ പോകുന്നുള്ളൂ കേട്ടോ ഉള്ളിൽ. നമുക്ക് ഇതിൻ്റെ ഹോളൊന്ന് വലുതാക്കാം. ഞാൻ എൻ്റെ നിപ്പിളിൻ്റെ ഹോളൊന്ന് വലുതാക്കി കേട്ടോ. നേരത്തെ ഇത് കൊടുത്തപ്പോൾ അത് പാല് കുടിക്കാനുള്ള ഹോളല്ലായിരുന്നോ നേരത്തെ? ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത്രയും വരുന്നുണ്ട്. അവർക്ക് കുടിക്കാൻ പറ്റും. അവന് കിട്ടാതായത് കൊണ്ടുള്ള ഒരു വെപ്രാളം ഉണ്ടായിരുന്നു. കിട്ടുന്നു. എൻ്റെ ഈ വീടിൻ്റെ ബാക്കിൽ കാണുന്നൊരു ഫോട്ടോ കണ്ടോ? അതിൻ്റെ അച്ഛനാണ് കേട്ടോ. ഞാൻ അപ്പാന്നാണ് വിളിക്കുന്നത്. മരിച്ചിപ്പം 2 വർഷം കഴിഞ്ഞു. മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ നിന്നും കിട്ടിയതാണ് എനിക്ക് ഈ മൃഗസ്നേഹം. ഞങ്ങൾ ആദ്യമൊക്കെ ഒരുപാട് നാടൻ പട്ടികളെയൊക്കെ വളർത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നാടൻ പട്ടികളെ അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നാടൻ പട്ടികളെയാണ് വളർത്തിയിട്ടുള്ളത്. എൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടാ പാപ്പ? ഇഷ്ടപ്പെട്ടാ? ശ്രദ്ധയൊന്നുമില്ല, അങ്ങ് കുടിക്കുകയാണ്. കണ്ടാ പിടിച്ചു. കുറച്ച് കുടിച്ചേ. പിന്നെ നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ മക്കളെ പോലെ, എൻ്റെ മക്കളെക്കാട്ടിലും സ്നേഹമാണ് കേട്ടോ. നമ്മളെ മക്കളെക്കാട്ടിലും സ്നേഹമാണ് ഇവർ. നമ്മളെത്ര വഴക്ക് പറഞ്ഞാലും ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ വന്നിങ്ങനെ പൂപ്പി എന്നെ വന്നിങ്ങനെ തോണ്ടും. മിണ്ടോന്ന് ചോദിക്കുന്നത് എന്താ? ഇഷ്ടപ്പെട്ട് നുണയിട്. നമുക്ക് അടുത്തതിന് ഫീഡ് ചെയ്യും. എല്ലാത്തിനെയും ഫീഡ് ചെയ്യിക്കുന്നത് കാണിക്കുന്നില്ല, ഒരാളെ കൂടെ ഫീഡ് ചെയ്യിക്കുന്നത് കാണിക്കാം. എന്താ ഈ ആൾ കുറേ നേരം കൊണ്ട് ഇതിന് മണം അടിച്ചിട്ട് ഇങ്ങനെ നോക്കി നടക്കുക. എനിക്കെപ്പോൾ കിട്ടും, എനിക്കെപ്പോഴും കിട്ടുമെന്ന്.
ഇവളെങ്ങനെ കുടിക്കുന്നു എന്ന് എങ്ങനെയാ റിയാക്ട് ചെയ്യണേന്ന് നോക്കാം. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടാ പാപ്പ? ഇഷ്ടപ്പെട്ടാ? ഇവളുടെ ഇതാണ് പെണ്ണാണ് കേട്ടോ. ഇവളുടെ കണ്ണിനൊരു പ്രത്യേകതയുണ്ട്, നീല കണ്ണാണ്. ഷിറ്റ്സുവിന് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നീല കണ്ണാണ്. ഞാൻ ഈ ഇടം മുതലാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഈ കണ്ണ് നീല കണ്ണാണ്. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം അങ്ങനെ ബാക്കി എല്ലാവർക്കും ഫീഡ് ചെയ്യിക്കാം. എല്ലാവരും ഫീഡ് ചെയ്യിക്കുന്നത് കാണിക്കുന്നില്ല, ലാസ്റ്റ് കാണിച്ചു തരാം. എല്ലാവരും കുടിച്ച് തീർന്നതിന് ശേഷമുള്ളത് കാണിച്ചു തരാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ലായിരുന്നോ എനിക്കൊരു നീല കണ്ണുള്ള ഷിറ്റ്സുവിനെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ? അതിതാണ് കേട്ടോ. നേരത്തെ എനിക്ക് മറ്റേ വീഡിയോ എടുത്തപ്പം, ഫീഡിങ് ചെയ്യണ സമയത്തുള്ള വീഡിയോ എടുത്തപ്പം കറക്റ്റ് അത് വന്നില്ലായിരുന്നു. ഇത് പിന്നെ കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ എടുത്തതാണ് കേട്ടോ. എൻ്റെ കണ്ണ് കണ്ടോ? നീല കണ്ടോ? ഭയങ്കര റെയറാണ് കേട്ടോ. ഇനി ഞാൻ ഭയങ്കര ഹാപ്പിയാണിത് ഈ ഒരു കാര്യത്തിൽ. ഭയങ്കര ദൈവാധീനം പോലെ ഒരു റെയറായിട്ടുള്ള ഒരു ഷിറ്റ്സു പപ്പീനെ ദൈവം എനിക്ക് തന്നു. ഭയങ്കര ഹാപ്പിയാണ്. ബാക്കിയുള്ളതിനൊക്കെ ചെറിയൊരു ഷെയ്ഡുണ്ട്, പക്ഷേ ഇവക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട്. ആ ഒരു കണ്ണ് നല്ല രീതിയിലുണ്ട്. ഇപ്പുറത്തെ കണ്ണിന് ചെറിയൊരു ഷെയ്ഡുണ്ട്, നല്ല ബ്ലാക്ക് അല്ല, നല്ല ഇത്രയും നീലയും വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു കണ്ണിന് നല്ല നീല, നേരിട്ട് കാണാൻ നല്ല, ഇതിനെക്കാട്ടിലും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. ക്യാമറയ്ക്കും സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അപ്പോൾ ആ സമയത്ത് തന്നെ ഇവിടെ കണ്ണ് ശ്രദ്ധിച്ച ആ സമയത്ത് തന്നെ ഞാൻ ഇതിൽ നോക്കിയായിരുന്നു, ഗൂഗിളിൽ സെർച്ച് ചെയ്തായിരുന്നു, യൂട്യൂബിൽ ബ്ലൂ ഐ ഷിറ്റ്സു പപ്പി എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയായിരുന്നു. പക്ഷേ കുറച്ച് വീഡിയോസേ ഉള്ളൂ, സംഭവം റെയറാണ്. അതുകൊണ്ട് സോ ഹാപ്പി. നേരത്തെ ഞാൻ ഒരു 3 പേര് ഫീഡ് ചെയ്യിച്ചു കേട്ടോ. നേരത്തെ ഞാൻ ഒരു പാൽപ്പൊടി കാണിച്ചു തന്നില്ലേ? ആ പാൽപ്പൊടി വാങ്ങിക്കാൻ കാരണമേ இந்த ആളിന് വേണ്ടിയിട്ടാണ്, ഈ ആൾക്ക് വേണ്ടിയിട്ടാണ്. ഇവള് ജനിച്ച് ഒരു 9 ദിവസമൊക്കെ നല്ല ആക്റ്റീവായിട്ട് പാലൊക്കെ കുടിച്ച്, ഈ 6 പേരിൽ പാല് കുടിക്കാൻ വെപ്രാളം എല്ലാം ഇവക്കായിരുന്നു. ഇവക്ക് ഒരു 9ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇവരുടെ വളർച്ചയെല്ലാം, ഇവരുടെ മാറ്റങ്ങളൊക്കെ അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇതിനൊക്കെ കാണാനും ഇതൊക്കെ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസാണ് ഇതെല്ലാം. പൂപ്പിയെ ഡെലിവറി എടുക്കുന്നതും പൂപ്പി ഇങ്ങനെ വളർത്തുന്നതും എല്ലാം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. ഞാൻ പൂപ്പിയുടെ ഡെലിവറി വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ട്. അന്നൊന്നും എനിക്കിങ്ങനെ സംസാരിക്കാനുള്ള ഒരു ധൈര്യമൊന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലും നെഗറ്റീവ് വരുമോ, പോസിറ്റീവ് നെഗറ്റീവ് എല്ലാത്തിലും ഉണ്ട്, പേടിയായിട്ടല്ല. എന്നാലും നമ്മളങ്ങനെ എന്തോ എനിക്കറിയില്ല, എനിക്കൊരു നാണക്കേടോ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ഒരു വ്ളോഗ് ഞാൻ ബാഗ് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഇത് പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നി, ഒരു വീഡിയോ എടുത്തിട്ടാലോ എന്ന്, അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ഇവക്കൊരു 9ാമത്തെ ദിവസം ഒരു രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും പാല് കുടിക്കുന്നുണ്ട്, ഇവള് ഇച്ചിരി ബാക്ക് അടിച്ച് നിന്നു. അപ്പം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പം ഞാൻ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും പാല് പിടിച്ച് വെച്ച് കൊടുത്ത് അമ്മയുടെ നിപ്പിള് പിടിച്ച് വെച്ച് കൊടുത്തിട്ടും അവൾ ഇങ്ങനെ വലിക്കുന്നില്ല, പാല് എടുക്കുന്നില്ല. നിപ്പിള് വായിന്ന് ഇങ്ങനെ തള്ളി കളയണം, ഒരു ക്ഷീണം പോലെയൊക്കെ തോന്നി. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്, അവൾക്ക് എന്തോ ഒരു ഇതായിട്ടാ ഫുഡ് കഴിക്കും, അവൾ പാല് കുടിക്കുന്നില്ല, അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ മാറ്റി വെച്ച ഒരു പെറ്റിൻ്റെ ഓണറുണ്ട്, ആ പയ്യന് പെറ്റ് ഷോപ്പുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെടുത്താണ് ചോദിക്കുന്നത്.
അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ചേട്ടനെ വിട്ട് വിളിപ്പിച്ചു, ആ പയ്യനെ വിളിച്ച് സംസാരിച്ചവൻ പറഞ്ഞു ഒരു ഡോക്ടറിൻ്റെ നമ്പർ തന്നു, ഇവിടെ പാൽക്കുളങ്ങരയിൽ ഒരു പെറ്റ് ഡോക്ടറിൻ്റെ നമ്പർ തന്നിട്ട് പറഞ്ഞു വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഒട്ടും വൈകിച്ചില്ല, കാരണം ഇവരുടെ കാര്യമൊന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും എന്ത് സംഭവിക്കാം. നമ്മൾ അത്രയും കണ്ണിങ്ങായിട്ട് അത്രയും ശ്രദ്ധയോടുകൂടി നോക്കിയാലേ ഇവരെ നമുക്ക് കിട്ടുകയുള്ളൂ, നല്ല ചെല്ല മക്കളായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ പിന്നെ ഒട്ടും വൈകിച്ചില്ല, ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല. പെട്ടെന്ന് നിന്ന വശത്ത് തന്നെ ഇതിനെ എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്ത് 3 ദിവസം ഇഞ്ചക്ഷൻ എടുക്കാൻ വരണമെന്ന് പറഞ്ഞു. എന്താണ് കാരണമെന്ന് അറിഞ്ഞൂടാ, എനിക്ക് പനി വല്ലതും ആണോ എന്ന് അറിയില്ല. അങ്ങനെ 3 ദിവസം ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഇഞ്ചക്ഷൻ എടുത്ത് കൊണ്ടുവന്ന് ആൾ നല്ല ആക്റ്റീവായി. വന്നതിന് ശേഷം അമ്മയുടെ പാലൊക്കെ നല്ലതുപോലെ വലിച്ച് കുടിച്ച് നല്ല പഴയതുപോലെ ആക്റ്റീവായി. അങ്ങനെ 3 ദിവസവും ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ട് പോയായിരുന്നു. പക്ഷെ അതിന് ശേഷം ആശാത്തിക്ക് ഇച്ചിരി ഒരു എന്തു പറയുക, മറ്റുള്ളവരെ പോലെ ഒരു വളർച്ചക്കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇനി ഇവളിങ്ങനെ പാല് കുടിക്കുന്ന സമയത്ത് വെപ്രാളമില്ല, ഭയങ്കര വെപ്രാളമാണ്. ഒരു നിപ്പിൾ വലിക്കും, അത് വലിക്കൂല, അത് വിട്ടിട്ട് അടുത്തേക്ക് പോകും. അപ്പോൾ എന്താ അങ്ങനെയെന്നുള്ളൊരു ഭയങ്കര ഒരു വെപ്രാളമാണ്. നമ്മളിങ്ങനെ പിടിച്ച് വെച്ച് നമ്മൾ ടയേർഡാവും, എന്നാൽ ഇവള് കുടിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇവള് ഈ ഒരു വെപ്രാളം മാത്രമേ ഉള്ളൂ, ഇവള് പാല് കുടിക്കുന്നില്ല, ഇവൾക്ക് പാലധികം കിട്ടുന്നില്ല എന്ന് നോക്കി. ഞാൻ എല്ലാ ദിവസവും വെയിറ്റ് നോക്കും. ഓരോ ദിവസം വെയിറ്റ് നോക്കുമ്പോൾ എല്ലാം ബാക്കി 5 പപ്പീസിനും ഒരു 50 ഗ്രാം 60 ഗ്രാം ഇങ്ങനെ വെച്ച് കയറുന്നുണ്ട്. ഇവൾ മാത്രം ആ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഇവളെ വെയിറ്റ് നോക്കിയായിരുന്നു, 340 അത് ഒരാഴ്ച വരെയും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി രക്ഷപ്പെട്ട് കിട്ടൂലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു പാല് പൊടി ഉണ്ടെങ്കിൽ വാങ്ങി നമുക്ക് അങ്ങനെ ഫീഡ് ചെയ്യിക്കാം, ഫില്ലറിൽ കൊടുത്ത് അങ്ങനെ ഫീഡ് ചെയ്യിക്കാമെന്ന്. അങ്ങനെ വാങ്ങിച്ചത് ആ നേരത്തെ ഞാൻ കാണിച്ചെന്ന ആ പാൽപ്പൊടി. പിന്നെ പൂപ്പിക്ക് പാല് കുറച്ച് കുറവായിരുന്നു. നമുക്ക് അത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തെ ഒരു കാൽസ്യത്തിൻ്റെ ഒരു സിറപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ അത് ആ ഒരു ഇതും പിന്നെ വേറൊരു ഗുളികയും കൊടുക്കുമായിരുന്നു, ഒരു ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗുളികയും കൊടുക്കുമായിരുന്നു. അങ്ങനെ ഡെലിവറിക്ക് ശേഷം ആ ഒരു സിറപ്പ് മാത്രം കൊടുത്താൽ മതി, ആ ടോണിക്ക് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ആ ടോണിക്ക് മാത്രമാണ് ഞങ്ങൾ അവൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഇത് മാറ്റി ചെയ്യിക്കാനായിട്ട് കൊണ്ടുപോയ ആ പയ്യൻ പറഞ്ഞു അത് മാത്രം കൊടുത്താൽ മതി, പാല് ഊറുമെന്ന് പറഞ്ഞു. പിന്നെ നോർമലി കഴിക്കുന്നതിനെക്കാട്ടും നല്ല ഫുഡ് കഴിക്കും. പിന്നെ ചിക്കൻ്റെ കരള് അതൊക്കെ വാങ്ങിച്ച് ഡെയിലി 2 നേരം കഴിച്ചുകൊണ്ടിരുന്ന അവളിപ്പം 4-5 നേരമൊക്കെ കഴിക്കും. വെളുപ്പിനേക്കാൾ ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നേ നല്ലപോലെ അവർക്ക് ഞാൻ വാരിയാണ് കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പീസെല്ലാം കൊണ്ടുവന്ന് ഓരോ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിച്ചിട്ട് മിച്ചം പറഞ്ഞതിനെ കൊണ്ടുവന്ന് ഏതെങ്കിലും തുണിയുടെ ഇടയിൽ ഏതെങ്കിലും കോർണറിൽ കൊണ്ടുവന്ന് ഒളിച്ചു വയ്ക്കും. അത് എന്നിട്ട് ഇവൾ മറക്കും. അങ്ങനെ നമുക്ക് 1-2 അനുഭവം വന്നിട്ടുണ്ടായിരുന്നു, മറക്കും. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇത് അവിടെ ഇരുന്ന് ചീനിട്ട് സ്മെല്ല് വരും. അങ്ങനെ പോയി നോക്കുമ്പോഴാണ് ചിക്കൻ്റെ പീസൊക്കെ അവിടെ ഇരിക്കുന്നത്. അതിന് ശേഷം ഞാൻ എപ്പോഴും വാരിയേ കൊടുക്കുകയുള്ളൂ. പിന്നെ ഇവർക്ക് ചവച്ച് കഴിക്കണമെന്നുള്ള ഒരു എല്ലൊക്കെ ചവച്ച് കഴിക്കാനായിട്ട് കൊടുക്കും, ബാക്കി ഞാൻ വാരി കൊടുക്കും. പിന്നെ രാത്രിയിലാകുമ്പോഴത്തേക്കും ഞാൻ വിരവി വെച്ച് കൊടുക്കും. രാത്രി അവൾ വിളക്ക വിശക്കുമ്പോഴത്തേക്ക് പോയി കഴിക്കും, കാരണം ഈ 6 പേരും പാല് കുടിക്കുന്നില്ല, അപ്പോൾ അവൾക്ക് എപ്പോഴും വിശക്കും. അങ്ങനെ പിന്നെ അതിനാണ് ഇവക്ക് പാല് പാൽപ്പൊടി വാങ്ങിച്ച് കലക്കി എല്ലാവർക്കും ഓരോ നേരം കൊടുക്കും. അങ്ങനെ അവൾക്ക് പാല് ഊറില്ല എന്നൊരു ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു ഗുളികയുടെ ഇത് പേരെഴുതി തന്നു. അങ്ങനെ അത് പോയി വാങ്ങിച്ച് കൊടുത്തിട്ട് നല്ലപോലെ പാല് കുടിക്കണം. ബാക്കി എല്ലാവരും പാല് കൊടുക്കുന്നുണ്ട്. ഇവക്ക് ഞാൻ എന്നാലും എക്സ്ട്രാ പാൽക്കുപ്പിയിൽ പാല് കൊടുക്കും. ഇതാണ് ആ ഐറ്റം. മറ്റുള്ളവരെക്കാൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ആള് സൈസ് കുറവാണെങ്കിലും ഭയങ്കര ആക്റ്റീവും ഭയങ്കര ശ്രദ്ധയുമാണ്. എവിടെയെങ്കിലും സൗണ്ട് കേട്ടാൽ അപ്പോൾ ഫസ്റ്റ് ഓടി പറഞ്ഞ ഇവളാണ്. ഇപ്പം 3 പേര് കുടിച്ച് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ, ഇത്ര ആയിട്ടുണ്ട്. ഇനി ഇവക്ക് കൊടുത്താൽ ഇവൾ കുടിക്കുമെന്ന് അറിയില്ല. പാല് തന്നെ ഞാൻ നിർബന്ധിച്ചാണ് കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് കൂടിപ്പോണോണ്ടോന്ന് എനിക്കറിയില്ല. ഇവരെ കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ 100 നാവാണ്. എനിക്ക് എത്ര വിശേഷങ്ങൾ പറഞ്ഞാലും മതിയാവില്ല. അറിയാത്തവർ കാണും, അപ്പോൾ അവർക്ക് ഡൗട്ട് വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു വലിച്ചു നീട്ടി സംസാരിക്കുന്നത് കേട്ടോ.
കുടിക്കണുണ്ട്. ഇഷ്ടപ്പെട്ടാ? എൻ്റെ മുത്തിന് ഇഷ്ടപ്പെട്ടാ? പാപ്പ ഇഷ്ടപ്പെട്ടാ? എൻ്റെ മുത്തിന് ഇഷ്ടപ്പെട്ടാ അമ്മ? കുടിക്കുന്നു. ഇനി ക്യാമറയിൽ കാണിച്ചു കൊടുക്കൂ. ഇനി കുടിച്ചെന്ന ക്യാമറയിൽ കാണിച്ചു കൊടുക്കൂ. ഇവിടെ ഒരുത്തന്നെ ഈ ഫുഡ് ഇഷ്ടപ്പെട്ട് കുറേ കുടിച്ച് ഇപ്പോഴും കിടന്ന് അലിമ്പ് കാണിക്കുകയാണ്. ഇനി ഇവിടെ കുടിപ്പിച്ചിട്ട് കാണിച്ചു തരാം. ഇവര് ഫുഡ് കഴിച്ചിട്ട് മതിയാവുന്നില്ല കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അത് ഫസ്റ്റ് കൊടുത്തത് ഇവനാണ്. ഇവൻ വിടുന്നില്ല, കരയണ്. മക്കൾക്ക് പാൽ കൊടുക്കുന്ന കണ്ടപ്പോൾ അവൾക്കൊരാഗ്രഹം. എന്നാൽ പിന്നെ അതാ അങ്ങനെ അമ്മയും മക്കളും കുടിക്കും. മക്കൾ കൊടുക്കുന്ന ഫുഡ് കഴിച്ച് ഇഷ്ടപ്പെട്ട് എൻ്റെ പൂപ്പി കുടിക്കും. കൊള്ളാമത്തെ പൂപ്പിമ്മ ഇഷ്ടപ്പെട്ടാടി? എൻ്റെ മക്കളെ പാപ്പ ഇഷ്ടപ്പെട്ടാടി? അങ്ങനെ അമ്മയും മക്കളും പാൽക്കുപ്പിയുടെ പീടി. അച്ചോ, ഇത് ഭയങ്കര സന്തോഷം കേട്ടോ ഇത് കാണുമ്പോൾ. പൂപ്പിമ്മ മതി നീ ചിക്കനൊക്കെ തിന്നണേനല്ല, മതി. ആണോ? അപ്പം 6 പേരും പപ്പി സ്റ്റാർട്ടറെല്ലാം കഴിച്ച് അമ്മയുടെ ഇടയിൽ കിടക്കുകയാണ്. ഇനി അമ്മയുടെ പാല് കുടിക്കാനുള്ള വെപ്രാളോട് ഈ കാണിക്കുന്നത്. നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ തീർക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഷിറ്റ്സുവിൻ്റെ ഇത് എന്തെങ്കിലും ഡൗട്ടോ അവരെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, അവരെ വളർത്തേണ്ട രീതി, അവരുടെ ഫുഡ്, അവരുടെ ഡെയിലി റൊട്ടീൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ അറിയണമെങ്കിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തു തരാം. എൻ്റെ അറിവ്, എനിക്ക് എന്തൊക്കെ അറിയാം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇവർ ഈ ഫ്ലോറ് ഡെയിലി, ഇപ്പം എൻ്റെ വീടിൻ്റെ ഹാളാണ്, ഡെയിലി ഞാൻ തുടയ്ക്കും. 2 നേരം ഞാൻ തുടയ്ക്കും. കാരണം ഇവർ ഈ മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നനഞ്ഞ ടവലിവിടെ ഇട്ടേക്കും. അത് തുടച്ചെടുക്കും. എന്നും രാവിലെയും വൈകിട്ട് ഞാൻ തുടയ്ക്കും. ഇതിൻ്റെ ഫ്ലോർ തുടയ്ക്കും. അത് ഫ്ലോർ തുടയ്ക്കാനായിട്ട് പപ്പീസ് ഈ പെറ്റിൻ്റെ കെന്നലൊക്കെ വൃത്തിയാക്കുന്ന ഒരു ഇതുണ്ട്. നമ്മൾ തറ തുടയ്ക്കാൻ ലൈസോൾ ഉപയോഗിക്കും പോലെ ഇവർക്ക് പ്രത്യേകം ക്ലീനിങ് ഏജൻ്റ് ഉണ്ട്. അത് വെച്ചിട്ടാണ് തറയൊക്കെ തുടയ്ക്കുന്നത്. ഇവർ നക്കയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷനൊന്നും ഉണ്ടാവാതിരിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ പൂപ്പിയുടെ ഡെലിവറി വീഡിയോ ഞാൻ ഇട്ടേക്കുന്ന വോയിസ് ഓവർ ഒന്നും കൊടുത്തിട്ടില്ല. മലയാളത്തിൽ അങ്ങനെ ഒരു ഡെലിവറി വ്ളോഗ് ഞാൻ കണ്ടിട്ടില്ല. കർണാടക, തെലുങ്ക്, തമിഴ് അങ്ങനെയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ ലാംഗ്വേജ്, വേറെ കൺട്രിയിലുള്ളവരുടെയൊക്കെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മലയാളത്തിൽ എങ്ങനെയാണ് ഒരു പപ്പിയുടെ, ഒരു പെറ്റിൻ്റെ ഡെലിവറി എടുക്കേണ്ടത്, അതിലെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ തന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്ത് ഞാൻ ഇട്ട് തരാം. അങ്ങനെ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇത് കണ്ടോ, പാൽ കുടിക്കാനുള്ള വെപ്രാളം കണ്ട. ഇത് കണക്ക് ഇവ ചട്ടമ്പി കുറേ കഴിച്ച്, പപ്പി സ്റ്റാർട്ടർ കുറേ കഴിച്ച് തളർന്ന് കിടക്കുകയാണ്. അവന് പാലൊന്നും വേണ്ട. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ എന്നേക്ക് മെസ്സേജ് ഇടുക. ഞാൻ അതിൻ്റേതായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വ്ളോഗ് എടുത്തിട്ട് തരുന്നതാണ്. ഇത്രയേ ഉള്ളൂ അപ്പോൾ പറയാനായിട്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയും എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത ഒരു വ്ളോഗ് ചെയ്യുന്നത് നമുക്ക് കാണാം. വീട്ടിൽ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിലുള്ളൊരു വരുമാനം ഞാൻ വീട്ടിൽ ഇരുന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഞാനൊരു ബിസിനസ്സായിട്ടൊന്നും അല്ല കേട്ടോ പൂപ്പിയെ വാങ്ങിച്ചത്.
പൂപ്പിയെ വാങ്ങിച്ചത് എൻ്റെ മോക്കൊരു കൂട്ട്, ഒരാളല്ലേ ഉള്ളവൾ. അപ്പോൾ അവൾക്കൊരു കൂട്ടിന് വേണ്ടിയിട്ടാണ് പൂപ്പിയെ വാങ്ങിച്ചത്. പൂപ്പിയെ വാങ്ങിച്ച് പൂപ്പിക്ക് 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ മാറ്റി ചെയ്യിക്കുന്നത്. അങ്ങനെ കിട്ടിയ 6 മുത്തുമണികളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നു, പക്ഷേ പൂപ്പി ഞങ്ങൾക്ക് 6 മക്കളെ തന്നു. ഭയങ്കര സന്തോഷമാണ് അതിൽ. സമയം പോകുന്നത് അറിയില്ല, ഇവരെ കണ്ടുകൊണ്ടിരുന്ന സമയം പോകുന്നത് അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ വട്ടം ഞാൻ പറഞ്ഞു. ബായ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.